ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡവർ ബീച്ച് എന്ന് പറയുന്ന മാത്യു ആർണൾഡിൻ്റെ ഒരു കവിതയുടെ എക്സ്പ്ലനേഷനുമായാണ് കേട്ടോ. അപ്പോൾ ഇതാർക്കെങ്കിലും ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ എക്സ്പ്ലനേഷൻ ആകുന്നുവെങ്കിൽ ഞാൻ അതിലുള്ള ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വ്ളോഗിലേക്ക് കിടക്കാം. മാത്യു ആർണൾഡ് ജീവിച്ചിരുന്നത് ക്വീൻ വിക്ടോറിയയുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ക്വീൻ വിക്ടോറിയയുടെ കാലഘട്ടത്തിനെയാണ് നമ്മൾ വിക്ടോറിയൻ ഈറ എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ധാരാളം മാറ്റങ്ങൾ സാഹിത്യത്തിലും അതുപോലെ തന്നെ സമൂഹത്തിലും അതുപോലെ മറ്റു പല ഇതര മേഖലകളിലും ഇംഗ്ലണ്ടിൽ ധാരാളം വ്യത്യാസം വന്ന സമയമാണ് നമ്മുടെ വിക്ടോറിയൻ കാലഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ എഴുതിയ കൃതികളിലെല്ലാം അതിൻ്റെ പ്രതിഫലനം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഡവർ ബീച്ച് എന്ന് പറയുന്ന വെറും ഒരു സിമ്പിൾ കവിതയാണ്. ഡോവർ ബീച്ച് എന്നും ചിലരൊക്കെ ഇതിനെ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. സോ ദിസ് ഈസ് ഡവർ ബീച്ച്, DOVER ഡവർ ബീച്ച്. അപ്പോൾ ഇത് ഇംഗ്ലണ്ടിൻ്റെയും ഫ്രാൻസിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഒരു ബീച്ചാണ് ഈ ബീച്ച്. അപ്പോൾ മാത്യു ആർണൾഡ് എന്ന് പറയുന്ന പോയറ്റിൻ്റെ ഒരു ഹണിമൂൺ യാത്ര പോലെയാണ് ഈ പോയത്തിൽ വിവരിക്കുന്നത്. തൻ്റെ ബിലവഡ്, തൻ്റെ വൈഫിനെയും കൊണ്ടാണ് മാത്യു ആർണൾഡ് ഈ ബീച്ചിലേക്ക് പോകുന്നത്. ഈ കവിതയിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് നൈറ്റാകുന്ന, ഏകദേശം സന്ധ്യ മയങ്ങുന്ന ആ ഒരു സമയമായപ്പോൾ മാത്യു ആർണൾഡ് ഇങ്ങനെ ബീച്ചിലേക്ക് നോക്കി, വിൻഡോയിൽ കൂടി ബീച്ചിലേക്ക് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശം നേരെ ബീച്ചിൻ്റെ അലകളിൽ, തിരമാലകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൂരെ മാറി ക്ലിപ്സൊക്കെ ഉണ്ടല്ലോ, ഈ മൗണ്ടൻ്റെ ടോപ്സൊക്കെ ഇങ്ങനെ ഗ്ലിറ്റർ ചെയ്യുന്നുണ്ട് മൂൺ ലൈറ്റിൽ. പിന്നെ ധാരാളം ദൂരെ കുറേ മലകളും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ അദ്ദേഹം കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തൻ്റെ വൈഫിനെ വിളിക്കുകയാണ്, വരൂ, നീ കൂടി ഈ ജനൽപ്പാളികളിലൂടെ കടൽ ആസ്വദിക്കൂ എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഈ കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദ സീ ഈസ് കാം ടു നൈറ്റ്. ഇന്ന് വളരെ ശാന്തമായ ഒരു കടലാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. ദ സീ ഈസ് കാം ടു നൈറ്റ്. ഇന്നത്തെ രാത്രിയിൽ ഈ കടൽ എത്ര ശാന്തമാണെന്ന് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കവിത തുടങ്ങുന്നത്. കവിത തുടങ്ങുന്നത് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണെങ്കിൽ കവിത എൻഡ് ചെയ്യുമ്പോൾ വളരെ ടർബ്യുലൻ്റായി, വളരെ ക്ഷുഭിതമായ ഒരു മനസ്സോടുകൂടിയാണ് ഈ കവിത ലാസ്റ്റിൽ എൻഡ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ക്ഷുഭിതം എന്ന് പറയുമ്പോൾ ടർബ്യുലൻസ് കാണിക്കുന്ന എന്താണ്? നമ്മുടെ സാഡ്നസ്, അല്ലെങ്കിൽ നാളത്തെക്കുറിച്ചുള്ള ഒരു ജിജ്ഞാസ, അല്ലെങ്കിൽ നാളെ എന്താകും എന്നുള്ള ആ ഒരു ഭയം, അതൊക്കെ ലാസ്റ്റിൽ കവിതയുടെ എൻഡിലേക്ക് പോകുമ്പോൾ ഉണ്ട്. അപ്പോൾ ഇത് തുടങ്ങുന്നത്, അപ്പോൾ ഈ വൈഫിനോട് പറയുന്നു, പണ്ട് ഉണ്ടായിരുന്ന മോറൽ വാല്യൂസ് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ വില, അതൊക്കെ നമുക്ക് ക്രമേണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഈ കടൽ കരയിൽ നിന്ന് കടലിലേക്ക് പോകുന്നു. അവിടെ നിന്ന് കുറച്ച് പെബിൾസിലൊക്കെ തട്ടി ആ പെബിൾസ് വീണ്ടും ഷോറിലേക്ക് കൊണ്ടുവരുന്നു. വീണ്ടും തിരിച്ചിതിങ്ങനെ തിരിച്ച് കടലിലേക്ക് തന്നെ പോകുന്നു. ഈ സൗണ്ട് പോയറ്റിന് വല്ലാത്ത ഒരു വളരെ ടെറിബിളായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരു സന്തോഷം ഇല്ലായ്മയാണത് കാണിക്കുന്നത്. പോയറ്റ് പറയുന്നു, ഇങ്ങനെ പോകുന്ന ആ സൗണ്ട് എനിക്കൊരിക്കലും ആസ്വദിക്കാൻ കഴിയുന്നില്ല. തീരത്തേക്ക് അടുക്കുന്നതും തീരത്ത് നിന്ന് കടലിലേക്ക് പോകുന്നതുമായിട്ടുള്ള റോക്സിലൊക്കെ, പെബിൾസിലൊക്കെ തട്ടി ചെറിയ ഉരുളൻ കല്ലുകളിലൊക്കെ വെള്ളം തട്ടുന്ന ആ ശബ്ദം എനിക്ക് വല്ലാതെ അലോസരമുണ്ടാക്കുന്നു, വല്ലാതെ എന്നെ അസ്വസ്ഥനാക്കുന്നു എന്നാണ് പോയറ്റ് പറയുന്നത്. കാരണം പോയിട്ട് പറയുന്നു, ഈ നമ്മുടെ കാലഘട്ടത്തിലുള്ള ഈ സ്നേഹവും അതുപോലെ തന്നെ മറ്റു വാല്യൂസുമൊക്കെ ക്രമേണ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ ഇതൊന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഇൻഡസ്ട്രിയലൈസേഷൻ, ക്യാപിറ്റലിസം, അതൊക്കെ നാളെ നമ്മുടെ രാജ്യത്തിനെ മുഴുവനായി ഗ്രസിച്ച് കഴിയും. അപ്പോൾ നമുക്ക് യാതൊരു വിധമായ മോറൽ വാല്യൂസും ഒക്കെ അന്നുണ്ടാവില്ല. അതുകൊണ്ട് നീയെങ്കിലും നമ്മുടെ സ്നേഹമെങ്കിലും ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ എന്ന് തൻ്റെ വൈഫിനോട് പോയിട്ട് പറയുന്നു. ഇതേ ആശയം തന്നെ പണ്ട് സോഫോക്ലീസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് ചിന്തകനും ഇതുപോലെ കടലിൻ്റെ ഈ ആരവം, ഈ സൗണ്ട്, കരയിലേക്ക് വരുന്ന സൗണ്ട് തിരിച്ചു പോകുമ്പോൾ ഹ്യൂമൻ മിസറിയെക്കുറിച്ച് അദ്ദേഹം
വളരെയധികം ചിന്തിച്ചിരുന്നു. എനിക്ക് ഉണ്ടായ അതേ ഫീലിംഗ് സോഫോക്ലിസിനും ഉണ്ടായി എന്നീ കവിതയിൽ ആർണൾഡ് പറയുന്നു. ഹ്യൂമൻ മിസറി, മനുഷ്യൻ്റെ ദുഃഖാവസ്ഥ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളാണ് ഈ കടലിലേക്ക് വരുന്നതും കടൽ തിരകൾ കരയിലേക്ക് വരുന്നതും കരയിൽ നിന്ന് തിരിച്ചു പോകുന്നതുമായുള്ള ആ ഫീലിംഗ് നമ്മുടെ ഹ്യൂമൻ ലൈഫിൻ്റെ മനുഷ്യ ജീവിതത്തിൻ്റെ ദുഃഖമാണ് കാണിക്കുന്നത്, മനുഷ്യൻ്റെ സാഡ്നെസ്സാണ് കാണിക്കുന്നത്, മെലങ്കളിയാണ് കാണിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുകയാണ്. അതായത് അദ്ദേഹം വളരെയധികം മാനസികമായി ഈ വിക്ടോറിയൻ കാലഘട്ടത്തിനോട് ഒട്ടും തന്നെ പൊരുത്തപ്പെടാത്ത ഒരു മനസ്സിൻ്റെ ഉടമയായി മാറി എന്നീ കവിത സൂചിപ്പിക്കുന്നു. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇതിനകത്ത് അങ്ങനെ ഒരു പരാമർശമില്ല, പക്ഷേ ഇൻഡയറക്റ്റായിട്ട് കവി പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെന്നും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആർണൾഡ് പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: എന്തൊക്കെ നഷ്ടമായാലും നമുക്ക് നമ്മുടെ സ്നേഹം എന്നും അനശ്വരമാക്കി വയ്ക്കാം, എറ്റേണലാക്കി വയ്ക്കാം. കാരണം ഇനി വരുന്ന ഒരു തലമുറയിൽ സ്നേഹം ഉണ്ടാവില്ല. പകരം തമ്മിൽ കാണാത്ത ആൾക്കാർ തമ്മിൽ തന്നെ സ്ട്രഗിളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ യുദ്ധങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ദർ വിൽ നോട്ട് ബി എനിത്തിങ് ലൈക്ക് ലവ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് സ്നേഹം എന്ന് പറയുന്നത് ഈ നമ്മുടെ കാലഘട്ടത്തോടു കൂടി, നമ്മുടെയൊക്കെ ഒരു എൻഡോടുകൂടി തന്നെ അതും അവസാനിച്ചു പോയേക്കാം. നാളെ തമ്മിൽ കാണാത്ത ആൾക്കാർ തമ്മിലുള്ള കലഹങ്ങളും സ്ട്രഗിൾസുമൊക്കെ ആയിരിക്കും മുന്നോട്ടുള്ള നമ്മുടെ ഭാവി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം? നമുക്ക് കിട്ടുന്ന ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സ്നേഹമെങ്കിലും പരിശുദ്ധമായി വയ്ക്കാം. കഴിവിൻ്റെ പരമാവധി നമുക്ക് സ്നേഹിച്ച് ജീവിക്കാം. നമ്മൾ ഒരിക്കലും മാറാതെ, ഒരു മാറ്റത്തിനും അടിമപ്പെടാതെ നമുക്ക് സ്നേഹിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നോട്ടോടു കൂടിയാണ് ഈ കവിത എൻഡാവുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ആർണൾഡ് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്തൊക്കെ കാലാന്തരത്തിൽ എന്തൊക്കെ മാറ്റം വന്നാലും നമ്മുടെ മോറൽ വാല്യൂസ് എന്ന് പറയുന്നത് എന്നും മോറൽ വാല്യൂസ് തന്നെയാണല്ലേ. അപ്പോൾ ഇത് നമുക്കും ആപ്ലിക്കബിളാണ് നമ്മുടെയൊക്കെ ലൈഫിലും അല്ലേ. എന്തെല്ലാം മാറ്റങ്ങൾ വന്നാലും, എന്തൊക്കെ ജീവിതം ഒരു മെഷീൻ യുഗത്തിലാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്കെങ്കിലും മാറാതിരിക്കാം അല്ലേ. നമ്മുടെ ആ സ്നേഹം, നമ്മുടെ ബന്ധങ്ങൾ ഒക്കെ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം. സോ നമുക്കിനി അടുത്ത ഒരു വ്ളോഗിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ.